ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പൊ നമ്മൾ ഇന്നും UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഹിസ്റ്ററിയുടെ UPSC പ്രിലിംസിന്റെ 95-ലെ 96-ലെയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. In the Indian government formed in 1946, the Vice President of the Executive Council. നമുക്കറിയാം 1946 ഇന്ത്യൻ ഗവൺമെന്റ് താൽക്കാലിക ഗവൺമെന്റ് ഫോം ചെയ്തു. അപ്പൊ അതിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു ആയിരുന്നു വൈസ് പ്രസിഡന്റ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഈ കൂട്ടത്തിൽ ഏത് പെയറാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്. നമുക്കറിയാം ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് എന്തായിരുന്നു? ഫ്രഞ്ചുകാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ്. ബാറ്റിൽ ഓഫ് ബക്സാർ, പിന്നെ 3 ബാറ്റിലും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബാറ്റിൽ ഓഫ് ബക്സാർ പറഞ്ഞിരിക്കുന്നത് മിർ ജാഫർ വാസസ് ക്ലൈവ് എന്നും, ബാറ്റിൽ ഓഫ് ചിലിയൻ വാല പറഞ്ഞിരിക്കുന്നത് ഡൽഹൌസി വേഴ്സസ് മറാത്താസ് എന്നും, ബാറ്റിൽ ഓഫ് കാർദ പറഞ്ഞിരിക്കുന്നത് നിസാം വേഴ്സസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുമാണ്. ഇത് 3ഉം തെറ്റാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം നടന്നത്? ബാറ്റിൽ ഓഫ് ബക്സാർ ഒക്കെ ആരൊക്കെ തമ്മിലായിരുന്നു നടന്നത് നമുക്ക് നോക്കാം. ബക്സർ യുദ്ധത്തിൽ പങ്കെടുത്തത് മിർ ജാഫർ അല്ല, മിർ കാസിം ആണ്. മിർ ജാഫറിന്റെ സ്ഥാനത്ത് ബംഗാൾ ഭരിക്കുന്നു, ബംഗാൾ നവാബാണ്. അപ്പൊ മിർ ജാഫർ അല്ല വരുന്നത്, മിർ കാസിം ആണ്. ഇതുകൂടാതെ ഷുജാഉദ്ദൗല അവധിലെ നവാബാണ്, ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തിയാണ്, ഹെക്ടർ മൺറോ അദ്ദേഹം ആരായിരുന്നു? ബ്രിട്ടീഷ് ആർമി മേജർ ആയിരുന്നു, റോബർട്ട് ക്ലൈവ് അത് കറക്റ്റ് ആണ്, പക്ഷെ മിർ ജാഫർ അല്ല, മിർ കാസിം ആയിരുന്നു. മിർ കാസിമിന്റെ പങ്ക് എന്തായിരുന്നു? ദസ്തക്കിന്റെ ദുരുപയോഗം അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല, ഇംഗ്ലീഷുകാരുടെ കർഷകർ, അതിനാൽ അവധ് നവാബും മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമനുമായി സഖ്യമുണ്ടാക്കി അവർക്കെതിരെ ഗൂഢാലോചന നടത്താൻ ശ്രമിച്ചു. മിർ കാസിം, ഷാ ആലം രണ്ടാമൻ എന്നിവരുമായി ഒരു കോൺഫെഡറസിലൂടെ ഭാഗമായിരുന്നു. ബംഗാളിൽ നിന്ന് ഇംഗ്ലീഷിനെ അട്ടിമറിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഷാ ആലം രണ്ടാമന്റെ പങ്ക് അതായിരുന്നു. ഹെക്ടർ മൺറോ ആരായിരുന്നു? ബ്രിട്ടീഷ് ആർമി മേജർ ആയിരുന്നു. ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് അദ്ദേഹം യുദ്ധം നയിച്ചു. റോബർട്ട് ക്ലൈവ് യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം ഷുജാഉദ്ദൗല, ഷാ ആലം രണ്ടാമൻ എന്നിവരുമായി ഉടമ്പടികൾ ഒപ്പുവെച്ചു. അപ്പൊ മിർ കാസിം ആണ്, മിർ ജാഫർ അല്ല. ബക്സർ യുദ്ധത്തിൽ ആരൊക്കെയാ വരുന്നത്? മിർ കാസിം വരുന്നുണ്ട്, ഷുജാഉദ്ദൗല വരുന്നുണ്ട്, ഷാ ആലം രണ്ടാമൻ വരുന്നുണ്ട്, പിന്നെ റോബർട്ട് ക്ലൈവ്, പിന്നെ ബ്രിട്ടീഷുകാരുടെ ആർമി മേജർ എന്ന് പറഞ്ഞ ഹെക്ടർ മൺറോ ആയിരുന്നു. അപ്പൊ അത് ഓർത്തിരിക്കുക. പിന്നെ അതിനകത്ത് വന്നതായിരുന്നു ബാറ്റിൽ ഓഫ് ചിലിയൻ വാല. ഇത് ആരൊക്കെ തമ്മിൽ നടന്നതാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖ് എംപയറും തമ്മിൽ നടന്നതാണ്. ഓക്കെ, ബ്രിട്ടീഷ് എംപയറും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖ് എംപയറും തമ്മിൽ നടന്നതാണ് അത്. പിന്നെ അടുത്തതായിരുന്നു ബാറ്റിൽ ഓഫ് ബക്സർ. ഇപ്പൊ നമ്മൾ കണ്ടു. ബക്സർ യുദ്ധം പറയാൻ നേരത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നെ നവാബ് ഓഫ് ബംഗാൾ, നവാബ് ഓഫ് അവധ്, മുഗൾ എംപയർ, ഇവർ 3 പേരും കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ നടന്നതാണ് ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ബാറ്റിൽ ഓഫ് കാർദയോ മറാത്ത എംപയറും നിസാം ഓഫ് ഹൈദരാബാദിലെ നിസാമും മറാത്ത എംപയറും തമ്മിൽ നടന്നതാണ് ബാറ്റിൽ ഓഫ് കാർദ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യുക. ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് ചെയ്തതെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ ബാറ്റിൽ ഓഫ് കാർദ ആരൊക്കെ തമ്മിലായിരുന്നു? പിന്നെ ബാറ്റിൽ ഓഫ് ചിലിയൻവാല ഡൽഹൌസി വേഴ്സസ് മറാത്തി ആയിരുന്നില്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖ് എംപയറും തമ്മിലായിരുന്നു. ഇത് ഹൈദരാബാദിലെ നിസാമും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. ഇവിടെ മിർ ജാഫർ അല്ല വരുന്നത്, മിർ കാസിമും ഷുജാഉദ്ദൗലയും ഷാ ആലം രണ്ടാമനുമായിരുന്നു അവിടെ വരുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. അടുത്തത്, വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്? ഇതെല്ലാം നമ്മൾ കേട്ടിരിക്കുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആദ്യം നടന്നത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905, പിന്നെ നടന്നത് ലക്നൗ പാക്ട്, പിന്നെ നടന്നത് ദ റൗലറ്റ് ആക്ട്, ലാസ്റ്റ് നടന്നത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയാർക്കി. ഡയാർക്കി എപ്പോഴും ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാര ഡൈക്കോട്ടി വാസ് ദ ഫസ്റ്റ് മേജർ
ഫസ്റ്റ് മേജർ വെഞ്ചർ ഓഫ് ദ റെവല്യൂഷണറി ടെററിസ്റ്റ് ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ്. നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനകത്ത് നടന്ന റെവല്യൂഷണറി ടെററിസ്റ്റ് വിപ്ലവകരമായൊരു കുറച്ചും കൂടെ ഒരു ഇതായിട്ട് ലെവല് കൂടിയ കാര്യങ്ങൾ നടന്നത്. അതിനകത്ത് അവരുടെ ഫസ്റ്റ് മേജർ വെഞ്ചർ എന്ന് പറഞ്ഞ ഒരു സംരംഭം എന്ന് പറയുന്നത് ബാര ഡൈക്കോട്ടി എന്ന് പറഞ്ഞാൽ എന്താ, കൊള്ളയാണ്. അത് എവിടെയാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാര ഡൈക്കോട്ടി എവിടെയാണ് നടന്നത്? കൊള്ളയാണത്. ഹൈക്കോട്ടി എന്ന് പറഞ്ഞാൽ എന്താ, കൊള്ള. സ്ഥലത്തിന്റെ പേരാണ് ബാര. അത് എവിടെയാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഈസ്റ്റ് ബംഗാളിലാണ് നടന്നത്. അടുത്തത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ നാഷണൽ പാർട്ടീസ്? ഇതിനകത്ത് ഏതൊക്കെയാണ് ദേശീയ പാർട്ടികൾ എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദ എബവ്. ഇതിനകത്ത് ഒന്നും വരുന്നതല്ല, നൺ ഓഫ് ദ എബവ് ആണ്. അടുത്തത് In 1930 മഹാത്മാഗാന്ധി സ്റ്റാർട്ടഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഫ്രം. എവിടെ നിന്നായിരുന്നു നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്? നമുക്കറിയാം, സബർമതിയിൽ നിന്നാണ്. സബർമതി, ഇതൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളാണ്. Which one of the following pairs is not correctly matched? കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബാലഗംഗാധര തിലക് സത്യശോചക് സഭ. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, ബാലഗംഗാധര തിലകുമായിട്ട് ബന്ധപ്പെട്ടതല്ല അത്. പിന്നെ ജാംനാലാൽ ബജാജ് സത്യാഗ്രഹ ആശ്രമം അറ്റ് വാർധ, ദാദാബായ് നവറോജി ബോംബെ അസോസിയേഷൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടതാണ്. ബോംബെ അസോസിയേഷൻ 1862 ദാദാബായ് നവറോജി ആയിരുന്നു. ലാലാ ലജ്പത് റായ് നാഷണൽ സ്കൂൾ അറ്റ് ലാഹോർ. ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ദ മീറ്റിംഗ് ഓഫ് ഇന്ത്യൻ ആൻഡ് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഡ്യൂറിംഗ് 1930-32 in London has often been referred to as the first, second and third round table conferences. It would be incorrect. ഇതിനകത്ത് ഇൻകറക്റ്റ്. നമുക്കറിയാം 1930 മുതൽ 32 വരെ ഇന്ത്യയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസസ് നമുക്ക് അറിയാവുന്നതാണ്. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. It was an instance of conference held in 3 sessions and not that of 3 separate conferences. അങ്ങനെയായിരുന്നു, ചുമ്മാ 3 സെഷൻ ആയിട്ടാണോ നടന്നത്? അല്ല, 3 സെപ്പറേറ്റ് കോൺഫറൻസസ് ആയിട്ട് 1930, 31, 32 ലണ്ടനിൽ വെച്ച് 3 സെപ്പറേറ്റ് കോൺഫറൻസുകളായിട്ടാണ് നടന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ് അല്ലേ? The International Congress did not take part in 2 of them. അതിനകത്ത് 2 റൗണ്ട് ടേബിൾ കോൺഫറൻസിനകത്ത് ഇന്റർനാഷണൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. Indian parties other than the International Congress participating in the conference represented sectional interest and not the whole of India. അതായത് ഇന്ത്യയെ മുഴുവനായിരുന്നില്ല, അവരുടെ ഒരു സെക്ഷണൽ ഇൻട്രസ്റ്റ് ആയിരുന്നു അവിടെ വന്നത്. The British Labour Party had withdrawn from the conference, thereby making the proceedings of the conference. അപ്പോൾ ബ്രിട്ടീഷ് ലേബർ പാർട്ടി അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്തു. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. Who among the following was a prominent leader of the Congress Socialist Party? ആരായിരുന്നു? ആചാര്യ നരേന്ദ്ര ദേവ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇവിടെ കൺസിഡർ ദ ഫോളോയിങ് ലാൻഡ്മാർക്സ് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഇതിന്റെ കറക്റ്റ് നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആദ്യം നടന്നത് ഹിന്ദു കോളേജ് കൽക്കട്ട, പിന്നെ നടന്ന വുഡ്സ് ഡിസ്പാച്ച്, പിന്നെ നടന്ന ആദംസ് റിപ്പോർട്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട ലാസ്റ്റത്തെ. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 എ ആണ്. സോറി, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 ഡി. സുരേന്ദ്രനാഥ് ബാനർജി എ നേഷൻ ഇൻ മേക്കിംഗ്. 2 എ. എം കെ ഗാന്ധി ഹിന്ദ് സ്വരാജ്, നമുക്കറിയാവുന്നതാണ്. സുഭാഷ് ചന്ദ്രബോസ് എന്താണ്? ദ ഇന്ത്യൻ സ്ട്രഗിൾ. ലജ്പത് റായ് എന്തായിരുന്നു? ഓട്ടോ ബയോഗ്രാഫിക്കൽ റൈറ്റിംഗ്സ്. ഇതൊക്കെ ഓർത്തിരിക്കുക, റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എബൌട്ട് ജവഹർലാൽ നെഹ്റു. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൺ ഈസ് കറക്റ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതിനകത്ത് ഒന്നും കറക്റ്റ് അല്ല. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ദി കോൺഗ്രസ് പാർട്ടി 1947. ആണോ? 1900 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്? അല്ല. ഹി പ്രിസൈഡഡ് ഓവർ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അദ്ദേഹമായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അധ്യക്ഷൻ? അല്ല. ഹി ഫോം ദ ഫസ്റ്റ് കോൺഗ്രസ് മിനിസ്റ്റർ ഇൻ യുണൈറ്റഡ് പ്രൊവിൻസ് ബിഫോർ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്. അതിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഫോം ചെയ്തോ? ഇല്ല. ഒന്നും കറക്റ്റ് അല്ല. നൺ ഈസ് കറക്റ്റ്. Which one of the following is not correct about the cabinet mission plan? ഇതിനകത്ത് ഏതാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാനുമായിട്ട് ബന്ധം ഇല്ലാത്തത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അക്സെപ്റ്റൻസ് ഓഫ് പാകിസ്ഥാൻ. അങ്ങനത്തെ ഒരു കാര്യം ക്യാബിനറ്റ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. ഇന്ത്യയിലെ ക്യാബിനറ്റ് ഓഫ് ഇന്ത്യൻസ് വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രൊവിഷണൽ ഗ്രൂപ്പിംഗും വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ബാച്ച് ദ ഫോളോയിങ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.
സോറി കേട്ടോ, ഞാൻ അതിന്റെ ഓപ്ഷൻസ് എടുത്തപ്പോൾ ഡി ഞാൻ എടുത്തില്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നാളെ അത് നോക്കാം. സിമ്പിൾ ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഗദർ പാർട്ടി ആരാണ്? ലാല ഹർദയാലാണ് അല്ലെ. 3 വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അത് ആ ഒരു ഒറ്റ ഓപ്ഷൻ ആണ് അവിടെ വരുന്നുള്ളൂ. പിന്നെ നമുക്കറിയാം സ്വരാജ് പാർട്ടി CR ദാസ് നമുക്ക് അറിയാവുന്നതാണ്. എളുപ്പമുള്ള ഒരു ഇതാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി വരും. പിന്നെ അനുശീലൻ സമിതി നമുക്ക് അറിയാവുന്നതാണ്. നാളെ അതിന്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അടുത്തതും ഇതിനകത്തും മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 ഡി ആണ്. 1883 ഫസ്റ്റ് സെഷൻ ഓഫ് നാഷണൽ കോൺഫറൻസ് അറ്റ് കൽക്കട്ട. 2 സി ആണ്. 1906 ഫൗണ്ടേഷൻ ഓഫ് മുസ്ലിം ലീഗ് അറ്റ് ധാക്ക. 3 ബി ആണ്. ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് 1932. ലാസ്റ്റത്തെ എ ആണ്. അനൗൺസ്മെന്റ് ഓഫ് കമ്മ്യൂണൽ അവാർഡ് ഫ്രം വൈറ്റ് ഹോൾ. കമ്മ്യൂണൽ അവാർഡ് 1932 നമ്മൾ പഠിച്ചേക്കുന്നതാണ്. 1906 ഫൗണ്ടേഷൻ ഓഫ് മുസ്ലിം ലീഗ് അറ്റ് ധാക്ക നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. സോ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ലെഡ് ടു ദ. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം കറക്റ്റ് ആണ്. കോൺഗ്രസ് ബിക്കമിങ് എ മാസ് മൂവ്മെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. പിന്നെ ഏതാണ്? റിമൂവൽ ഓഫ് ഫിയർ ഓഫ് ദ ബ്രിട്ടീഷ് മൈൻഡ് ഫ്രം ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ. മനുഷ്യരുടെ, അതായത് ആൾക്കാരുടെ ഇടയിൽ എന്താണ് ബ്രിട്ടീഷ് എന്നുള്ള ഒരു ഭയം, അത് മാറ്റാനായിട്ട് സാധിച്ചു. പിന്നെ കോൺഗ്രസ് ഒക്കെ നല്ല രീതിയിൽ ഇതിനകത്തേക്ക് വരാനായിട്ട് തുടങ്ങി. Which one of the following is an important historical novel written during the latter half of the 19th century? 19th സെഞ്ചുറിയുടെ പകുതിക്ക് ശേഷം വന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടുള്ള നോവൽ ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദുർഗേഷ് നന്ദിനി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. Who among the following suggested the winding up of the International Congress after India attained independence? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു വിൻഡിങ് അപ്പ് ദ ഇന്റർനാഷണൽ കോൺഗ്രസ്, അത് ആരുടെ ഒരു ഇതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. മഹാത്മാ ഗാന്ധി. സരാബന്ദി നോ ടാക്സ് ക്യാമ്പയിൻ 1922 1922 നോ ടാക്സ് കൊടുക്കാൻ, കരം കൊടുക്കാൻ പറ്റില്ല, സരാബന്ദി ക്യാമ്പയിൻ നടന്നത് എവിടെയായിരുന്നു? അത് നടത്തിയത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തതും മാച്ച് ദ ഫോളോയിങ് ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 സി. ഗവർണർ ജനറൽ ഓഫ് പ്രസിഡൻസി ഓഫ് ഫോർട്ട് വില്യം ഇൻ ബംഗാൾ. ചാൾസ് കോൺവാലിസ് സെക്കൻഡ് ഏൾ ആൻഡ് ഫസ്റ്റ് മാർക്യൂസ് ഓഫ് കോൺവാലിസ്. ഇത് കുറച്ച് ഡെപ്തിലുള്ള കാര്യങ്ങളാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പൊ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഭയങ്കര ലെവലിലൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. Which one of the following first mooted the idea of a constituent assembly to frame a constitution for India? അതായത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്വരാജ് പാർട്ടി 1934 അല്ലെ. നമുക്കറിയാവുന്നതാണ്. CR ദാസും മോട്ടിലാൽ നെഹ്റുവും ഫോം ചെയ്തതാണ്. അവരാണ് നമുക്കൊരു നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം, ഭരണഘടന അസംബ്ലി വേണം, എന്നിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യണം. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് 46 assertion the British sovereignty continue to exist in free India. ശരിയാണോ? അതായത് ബ്രിട്ടീഷുകാരുടെ പരമാധികാരത്തെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലും കണ്ടിന്യൂ ചെയ്തു പോകുമോ? ഇല്ല, അത് തെറ്റാണ്. The British sovereign appointed the last Governor General of Free India. അത് കറക്റ്റ് ആണ്. നമ്മുടെ ലാസ്റ്റ് ഗവർണർ ജനറൽ അപ്പോയിന്റ് ചെയ്തത് അവരാണ്. അപ്പൊ ഇതിനകത്ത് ഉത്തരം എ ഫോൾസ് ആണ്, പക്ഷെ 6 ട്രൂ ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. Who among the following leaders did not believe in the drain theory of Dadabhai Naoroji? PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദാദാബായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം ഇതിനകത്ത് ഒരു ലീഡർ വിശ്വസിച്ചില്ല. വേണമെങ്കിൽ കുറച്ച് ഡെപ്തിലൊക്കെ അങ്ങനെ ചോദിക്കാം. അത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യദ് അഹമ്മദ് ഖാൻ. Who among the following leaders did not believe in the drain theory of Dadabhai Naoroji? B.R. Ambedkar was elected to the Constituent Assembly from. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ബോംബെ പ്രസിഡൻസിയിൽ നിന്നാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടത്. നമ്മുടെ എക്സാമിന് നമ്മൾ കാണുന്നതാണ്. പലവരുടെയും മണ്ഡലം ഏതാണെന്ന് ചോദിക്കാറുണ്ട്, എവിടെ നിന്നാണ് എലക്ട് ചെയ്തത്. അപ്പൊ B.R. അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എലക്ട് ചെയ്തത് ബോംബെ പ്രസിഡൻസിയിൽ നിന്നാണ്. The Anarchical and Revolutionary Crime Act 1990 was popularly known as. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്?
റൗലറ്റ് ആക്ടിനെയാണ് അത് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം, കരി നിയമം എന്നൊക്കെ അറിയപ്പെടുന്നത്. അടുത്തത്, who among the following was the first European to initiate the policy of taking part in quarrels of Indian princes with a view to acquire territories? ആരാണ്? ഡുപ്ലെക്സ് ആണ്, നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അതായത് നമ്മുടെ ഇന്ത്യൻ രാജാക്കന്മാരൊക്കെ ആയിട്ട് ആദ്യമായിട്ട് എന്താണ് ഒരു പോളിസി മേക്കിംഗ് എന്തിനു വേണ്ടിയായിരുന്നു? പാർട്ട് ഇൻ ദ ക്വാറൽ, അവരായിട്ടൊക്കെ പല രീതിയിലുള്ള ഇതിലേക്കും പോരാട്ടത്തിലേക്കൊക്കെ കൊണ്ടുവന്നത് എന്തിനായിരുന്നു? അവരുടെ ടെറിട്ടറി മാക്സിമം അക്യൂർ ചെയ്യാൻ, ഇവരുടെ സാമ്രാജ്യം മാക്സിമം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ പ്രിൻസസ്, നമ്മുടെ രാജാക്കന്മാരും രാജകുമാരന്മാരൊക്കെ ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഡുപ്ലെക്സ് ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്, പലതും ചോദിക്കാൻ ഇനിയും ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.